ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നൊരു ചെറിയ ട്രിപ്പ് പോകാണ്. എന്നിട്ട് നമ്മൾ പോകുന്നത് മൈസൂർ വരെ ഒന്ന് പോയിട്ട് വരാം ഗൈസ്. നമ്മൾ രാവിലെ ഒരു 8:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഈ കാണുന്ന മലയാണ് ഞങ്ങൾ ഇനി കയറാൻ പോകുന്നത്. മലയൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? കണ്ടാലും ഇല്ലേലും ഞങ്ങളിതേ ചുരം കയറി ഗൈസ്. മുകളിലോട്ട് പോകുന്തോറും നല്ല നല്ല കാഴ്ചകളായിരുന്നു. മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴേക്കുള്ള വ്യൂ എന്ത് രസമായിരുന്നെന്നറിയോ കാണാൻ. വീഡിയോയിൽ കാണുമ്പോൾ അത് എത്രത്തോളം നല്ലതാണെന്ന് മനസ്സിലാവില്ല ഗൈസ്. അത് നേരിട്ട് തന്നെ കണ്ടറിയണം. ഞാൻ ആദ്യമായിട്ടാണ് മൈസൂരിലോട്ടൊക്കെ പോകുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റും എനിക്കുണ്ട്. പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് പാട്ടും കേട്ട് ആസ്വദിച്ചിരിപ്പാണ് ഞാൻ. അപ്പം തേണ്ടടാ 3-4 കുരങ്ങന്മാര്. ഇവിടെ എപ്പോഴും ഇവന്മാര് കാണും. ഇവന്മാര് മാത്രമല്ല, ചുരത്തിൽ മിക്കപ്പോഴും കാട്ടാനകളെയും കാണാറുണ്ട്. അങ്ങനത്തെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ ഈ വലിയ പാറ കാണിച്ചത്. എന്ത് വലുതാ അല്ലേ? അടിയിലെ ആ ചെറിയ പാറയാണ് ആ വലിയ പാറയെ താങ്ങി നിർത്തിയിരിക്കുന്നത്. നമ്മളിത് ഈ തമിഴ്നാട് ബോർഡർ കയറിയിരിക്കുകയാണ്. അല്ല, ഏത് ചുര കയറിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ നാടുകാണി ചുരമാണ് കയറിയ ഗൈസ്. ചുരമൊക്കെ കയറി മുകളിലെത്തിയപ്പോ തേയിലത്തോട്ടം അതും ആസ്വദിച്ചിരുന്നപ്പോ ദേ ഈ സാധനം, ഇതിന്റെ പേരെന്താ? നൊങ്കോ അങ്ങനെ എന്തോ ഇല്ലേ പറയുന്നേ. എന്തായാലും ഒരെണ്ണം ഞങ്ങൾ ഇങ്ങ് മേടിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. എന്താ ഇതിന്റെ ടേസ്റ്റ് എന്നൊന്നും എനിക്കറിയില്ല. തിന്നാനുള്ള വെപ്രാളത്തിലാണ് ഞാൻ. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. വണ്ടി എങ്ങനെ സൈഡാക്കിയിട്ട് ഞങ്ങൾ ഇനി അത് തിന്നാൻ പോവുകയാണ്. ഏട്ടനാണ് എനിക്കത് ക്ലീൻ ചെയ്ത് തന്നത്. ടേസ്റ്റ് ഒരു കരിക്ക് കഴിക്കുന്ന പോലെയൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ചുകൂടി കട്ടിയുള്ളതാണെന്ന് മാത്രം. തിന്നു കഴിഞ്ഞപ്പോൾ കൈ കഴുകാൻ വെള്ളം ഇല്ലാഞ്ഞിട്ട് ദേ അവിടെ നിന്ന് ആ ബായിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം മേടിക്കാനുള്ള പോക്കാണ് ഏട്ടൻ. ബായിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം മേടിച്ച് കയ്യും കഴുകി ഞങ്ങൾ ദേ അവിടെ നിന്ന് പോന്നു. അവിടുന്ന് ഞങ്ങൾ ദേ ഗൂഡല്ലൂരെത്തി. അപ്പൊ ദേ മുടിഞ്ഞ ബ്ലോക്കും കഴിഞ്ഞ് ഞങ്ങൾ ദേ ഫോറസ്റ്റിലേക്ക് കയറുകയാണ്. ഇനി ഏകദേശം ഒരു 1 മണിക്കൂറോളം നമ്മൾ ഈ ഫോറസ്റ്റിന്റെ അകത്തൂടെയാ പോണത്. കാടും കണ്ട് 1 മണിക്കൂറത്തെ യാത്ര. ഈ കുരങ്ങന്റെ പേര് നിങ്ങൾക്കറിയോ ഗൈസ്? അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മ കുറച്ച് ചക്കവറ്റൽ തന്നിരുന്നു. അതും കഴിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ദേണ്ടേ മാന്തോട്ടം, അല്ല മാൻകൂട്ടം. ഇതുവഴി വന്നാൽ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാം. കുറച്ച് ദൂരം കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേ തമിഴ്നാട് കഴിഞ്ഞു. ഇനി അടുത്തത് കർണാടക ബോർഡറിലേക്ക് കയറിയിരിക്കുകയാണ്. 1/2 മണിക്കൂറോളം ഇനിയും കാട്ടിലൂടെ വേണം പോകാൻ. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഈ വാഗമരങ്ങളെല്ലാം പൂത്തു നിൽക്കുന്ന എന്ത് രസമല്ലേ. ഇനി കുറച്ചു നേരം ഏട്ടന്റെ ഷോയാണ് ഗൈസ്. ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി പാർട്ട് 2-ൽ. അപ്പോൾ ബൈ ഗൈസ്.